ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മൊണാലിസ ഫർമാൻ ഖാൻ കല്യാണം ഒരു സോക്കോൾഡ് ലവ് ജിഹാദ് അല്ല, നിർബന്ധിത മതപരിവർത്തനമല്ല. മോണോലിസയോ ഫർമാൻ ഖാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മതം മാറിയിട്ടോ തുടങ്ങിയ കാര്യങ്ങളിലോ സംഭവിച്ചിട്ടില്ല. രണ്ടുപേർ പരസ്പരം കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു. മൊണാലിസയ്ക്ക് വേണ്ടി മൊണാലിസയോടും ഫർമാനോടും സംസാരിച്ച റെക്കോർഡിങ്ങുകളുടെ പശ്ചാത്തലത്തിൽ മൊണാലിസയ്ക്ക് കേരളത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം. കൃത്യമായ വാക്ക് പറഞ്ഞാൽ കേരള മേ ഘർ ബസാന ഹെ, എനിക്ക് എന്റെ കുടുംബം കേരളത്തിൽ നിൽക്കാനും ജീവിക്കാനുമാണ് ആഗ്രഹം. ഫർമാനോടൊപ്പം കേരളത്തിൽ ജീവിക്കാനാണ് മൊണാലിസ ആഗ്രഹിക്കുന്നത്. എന്നാൽ മധ്യപ്രദേശിലെ പോലീസ് മൊണാലിസയെ തിരിച്ചു കൊണ്ടുപോകാനാണ് വന്നത്. മധ്യപ്രദേശിലെ പോലീസ് ഓഫീസറായ സംഘത്തിന്റെ ഇൻചാർജായ ശ്രീ ഗണപത് സാറിനോട് വളരെ വിശദമായി ഞാൻ ഇന്നലെയും ഒക്കെ സംസാരിച്ചിരുന്നു. ആ വിഷയങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ എല്ലാം ഡിജിറ്റൽ കോപ്പിയും ഞാൻ പ്രസ് ക്ലബിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ, സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ഫോർ യു എന്നുള്ളതുകൊണ്ട് 3-4 കാര്യങ്ങൾ വളരെ വിശദമാക്കാൻ, നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് വിശദമാക്കാൻ ആഗ്രഹിക്കുകയാണ്. മൊണാലിസയ്ക്ക് 16 വയസ്സാണെന്നാണ് മധ്യപ്രദേശ് പോലീസിന്റെ അവകാശവാദം. ബഹുമാനപ്പെട്ട മധ്യപ്രദേശ് പോലീസ് ഓഫീസർ ശ്രീ ഗണപതുമായി വിശദമായി സംസാരിക്കുകയും മൊണാലിസ, ഫർമാൻ എന്നിവരുടെ വിഷയത്തിലെ സത്യം ചൂണ്ടിക്കാട്ടുകയും മൊണാലിസയ്ക്ക് 18 വയസ്സായി എന്ന് അദ്ദേഹത്തോട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. മൊണാലിസ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെയും മിനിഞ്ഞാന്നുമായി മുഖ്യമന്ത്രി, DGP, എറണാകുളം പോലീസ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ 2 പരാതികൾ, അഭ്യർത്ഥനകളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന്, പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. 2, തനിക്കെതിരെ വ്യാജ പരാതി നൽകുകയും വ്യാജ പ്രസ്താവനകൾ നടത്തുകയും തന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കം മിസ്റെപ്രസെന്റിംഗ് ചെയ്ത പ്രഥം ദൂബെ എന്ന വ്യക്തിക്കെതിരെ FIR ഇട്ട് കേസെടുക്കണമെന്നും ആ വിഷയത്തിൽ 164 സ്റ്റേറ്റ്മെന്റ് മൊണാലിസ തരാൻ തയ്യാറാണ് എന്നുമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മൊണാലിസ മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുക്കാൻ തയ്യാറാണ്. പോലീസിന്റെ നിർദ്ദേശത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പ്രഥം ദൂബെക്കെതിരെയാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത്. മൊണാലിസയ്ക്ക് കേരളത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം. ഇവിടെ ഫർമാനുമായി കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. മൊണാലിസയ്ക്കയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധിത മതപരിവർത്തനമോ സോക്കോൾഡ് ലവ് ജിഹാദോ ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരല്ല. രണ്ടുപേർ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അത്രമാത്രമാണ്. ഇനി മൊണാലിസയുമായി ഫർമാനുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്ന് ഏപ്രിൽ 15 രാത്രി 12:05 അവരെന്നെ വിളിക്കുന്നതാണ്. എന്നെ വിളിക്കുന്നതിന്റെ പശ്ചാത്തലം, മിനിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ശ്രീ ഗോവിന്ദ മാഷും ശ്രീ A. റഹീമിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പൊ ഇവരുടെ കല്യാണത്തിന് അതാണ് കേരളം എടുക്കേണ്ട സ്റ്റാൻഡ്, കേരളം എടുക്കേണ്ട പൊതു നിലപാട് അതാണെന്ന് പറയുകയുണ്ടായി. കേരളത്തിൽ അഭയം പ്രാപിച്ചവരാണ്, നമ്മളെ അഭയം തേടി വന്നവരാണ് മൊണാലിസ, ഫർമാൻ എന്നുള്ളവർ. അവർക്ക് അഭയം കൊടുക്കാനുള്ള സംസ്കാരവും ഉത്തരവാദിത്വവും നമ്മുടെ മലയാളികൾ കാണിക്കണം, കേരളം കാണിക്കണം. അതില് ഞാൻ ഈ വിഷയങ്ങളൊന്നും അറിയാതെ, ഇത്രയും ആഴത്തിൽ ഈ വിഷയങ്ങളൊന്നും അറിയാതെ ശ്രീ ഗോവിന്ദ മാഷും ശ്രീ A. റഹീം MP ഒക്കെ എടുത്ത നിലപാട് എല്ലാ മലയാളികൾക്കും അഭിമാനമാണ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഫർമാനും മൊണാലിസയ്ക്കും ആരും അയച്ചു കൊടുത്തു. അവർ എന്റെ നമ്പർ തിരക്കി എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് അതിന്റെ പശ്ചാത്തലം. അപ്പൊ ആ കുട്ടി പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. എനിക്ക് പ്രായം 18 എനിക്ക് കേരളത്തിൽ ജീവിച്ചാൽ മതി, മധ്യപ്രദേശിൽ പോകണ്ട. എനിക്ക് കേരളത്തിൽ ഒരു വീട് വേണമെന്നാണ് ആഗ്രഹം. എന്നെയും ഫർമാനെയും വേട്ടയാടുന്നു, വ്യാജ പരാതിയിൽ കേസെടുക്കാൻ നോക്കുന്നു, എന്നെ പിടിച്ചുകൊണ്ടുപോകാൻ ചിലർ ശ്രമിക്കുന്നു. ഞാനാണ് ഫർമാനോട് കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടത്, അതായത് ലവ് ജിഹാദൊന്നും അല്ല. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നെ വേട്ടയാടുന്നതിനെതിരെ പരാതി അടക്കം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. മൊണാലിസയ്ക്ക് വേണ്ടി ഹിന്ദിയിൽ ആ പരാതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെ അപ്ലോഡ് ചെയ്ത യൂട്യൂബിലെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. മൊണാലിസയുടെ മുഖ്യമന്ത്രിക്കും DGPക്കും എറണാകുളം പോലീസ് കമ്മീഷണർ അയച്ച പരാതിയുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അദ്ദേഹത്തിന്റെ ഇവരെ നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന വിധിന്യായമുണ്ട്. നിങ്ങൾ അറിയേണ്ട സീരിയസ്നെസ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ മധ്യപ്രദേശ് പോലീസിന്റെ ഒരു നിലപാട് ഞങ്ങൾക്ക് മൊണാലിസയെ റിക്കവർ ചെയ്യണമെന്നാണ്. അതായത് അവരുടെ നിലപാടിൽ 18 വയസ്സായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുട്ടിയെ റിക്കവർ ചെയ്യണമെന്നാണ്. അപ്പം ഞങ്ങൾ വളരെ ബഹുമാന പുരസരം ഞാൻ മധ്യപ്രദേശിലെ പോലീസ് അവരോട് പറഞ്ഞു, സാർ അങ്ങനെയല്ല, ഈ കുട്ടിക്ക് എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോടതികളെ അപ്രോച്ച് ചെയ്യൂ. മൊണാലിസ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും മധ്യപ്രദേശ് ഹൈക്കോടതിയിലും അപ്രോച്ച് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. നിയമോപദേശം കിട്ടുന്ന മുറയ്ക്ക് കേരള ഹൈക്കോടതി, മധ്യപ്രദേശ് ഹൈക്കോടതി ഏതിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്യും. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഹൈക്കോടതി ഓൾറെഡി ഈ മാറ്റർ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കേരള ഹൈക്കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് നോട്ട് ടു അറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫർമാനെതിരെ ഇട്ടിരിക്കുന്ന കുറ്റം കിഡ്നാപ്പിംഗ് ആണ്.
കിഡ്നാപ്പിംഗ് എന്നുള്ള കുറ്റമാണ് ഇട്ടിരിക്കുന്നത്. അത് നിലനിൽക്കാത്ത കുറ്റമാണെന്ന് എല്ലാവർക്കും അറിയാം. പരസ്പര സമ്മതത്തോടെ ഇവിടെ ഒന്ന് കല്യാണം കഴിച്ചവർക്ക് കിഡ്നാപ്പിംഗ് കുറ്റം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ ഇവരെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്.